പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആംപ്ലിഫയറും അതിനുവേണ്ടി ചെയ്തിട്ടുള്ള 2 സ്പീക്കേഴ്സും 12 ഇഞ്ച് JBL സബ്വൂഫറുമാണ് പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇത് JBL കാണാത്തവരെ പരിചയപ്പെടുത്തല്ല. ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത് എന്താണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആംപ്ലിഫയറിനെ പറ്റി പറയാം. ഇതിനകത്ത് G-Techന്റെ ഒരു HDMI ബോർഡും അതേകൂടാതെ ഒരു റിമോട്ട് ഗേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി സിങ്ക് ചെയ്തിട്ട് ഉള്ള HDMI ഇൻപുട്ട് അടക്കം പ്ലേ ആവുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് 2.1 ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് പാട്ട് കേൾക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ ശരിക്കും ഒരു മ്യൂസിക് സിസ്റ്റം ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു ക്യാബിനറ്റ് ചെയ്തിട്ടുള്ള G-Techന്റെ തന്നെ ക്യാബിനറ്റിൽ നമ്മൾ ഇതിൻ്റെ പാനൽ മാറ്റി ചെയ്തതാണ്. അപ്പോൾ ഈ ടൈപ്പ് പാനൽ ഈ ടൈപ്പ് ഫോൺസിൽ ഇതേപോലെ 2 തരം ഓപ്ഷനിൽ വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് ഒരു എക്സ്ട്രാ ബാസ്റ്റബിൾ കൺട്രോൾ ഓപ്ഷൻ വേണം, സ്വിച്ചിങ് വേണം. അത് അല്ലാതെ നോർമലി ഒരു സ്വിച്ചിങ് വേണമെന്നുള്ള നിലയ്ക്ക് ബാക്കിൽ ഒരു എക്സ്റ്റേണൽ സ്വിച്ച് അടക്കം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കേൾക്കാൻ സുഖം ഇതിൻ്റെ ആ നാച്ചുറലിലാണ്. അതായത് ആ ബേസ് ട്രബിൾ ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ് ശരിക്കും ഏതൊരു ആമ്പും സുഖം ഉണ്ടാവുക, നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവുക. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ യഥാർത്ഥ ഫ്ലാറ്റ് മ്യൂസിക് ലെവൽ എന്ന് പറയില്ലേ, ഫ്ലാറ്റ് മ്യൂസിക് ലെവൽ എന്ന് പറയുമ്പോൾ EQ ലെവൽ താന്നിട്ടോ കുറഞ്ഞിട്ടോ ഉള്ള അവസ്ഥയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് നാച്ചുറലാണ്, സ്റ്റാൻഡേർഡ്. ആ മ്യൂസിക് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ആ ഫ്ലാറ്റ് ലെവലിൽ പ്ലേ ആവും. അപ്പോൾ ആ ഫ്ലാറ്റ് ലെവൽ കിട്ടാനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ഡിജിറ്റൽ ഈ റിമോട്ട് കിറ്റുള്ള ബോർഡാകുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണലി ഒരു ബേസ് ട്രബിൾ കൺട്രോളിലാവും. അപ്പോൾ ആ കൺട്രോളിൽ ഏത് ലെവലിലാണോ വെച്ചിട്ടുള്ള ആ ലെവലിലുള്ളതാണ് കിട്ടുക. പക്ഷേ അതെന്തായാലും നമ്മൾ ഈ മാനുവലി കൺട്രോൾ ചെയ്യുമ്പോഴുള്ള ആ ഒരു നോയ്സ് അതിനകത്തില്ല, വളരെ സ്മൂത്ത് തന്നെയാണ് അതിൻ്റെ ബേസ് ട്രബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലാറ്റ് റെസ്പോൺസ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിനകത്ത് സെൻട്രൽ 14 പോയിൻ്റാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് 7 വെക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്ലാറ്റ് ലെവൽ റെസ്പോൺസ്, നല്ലൊരു സ്മൂത്ത്നെസ് നമുക്ക് മ്യൂസിക് കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ മുകളിൽ കാണുന്ന ആ പ്രൊജക്ടർ ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. അത് ഞാനിവിടെ ഇത് ഇപ്പോൾ ആ കസ്റ്റമർ കൊണ്ടുപോകുന്നത് വരെ ഇത് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ടി ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രൊജക്ടർ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ വീഡിയോസ് പ്ലേ ആകുമ്പോൾ ആ മ്യൂസിക് വീഡിയോ ഒക്കെ പ്ലേ ആകുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ചെയ്തതാണ്. പിന്നെ അത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാർജിങ് കൂടെ ഉള്ളതുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങനെ വെച്ച് തന്നുള്ളൂ. അല്ലാതെ ആ പ്രൊജക്ടർ അതിൻ്റെ കൂടെ ഉള്ളതല്ലാന്ന് മനസ്സിലാക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ചാനൽസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഔട്ട്പുട്ട് ബോർഡിന് ചെയ്തിട്ടുള്ളത് നമ്മളെ കുമാർ ഓഡിയോസിൻ്റെ ഒരു ബോർഡാണ് എടുത്ത്. അതേപോലെ തന്നെ നമുക്ക് പവർ സപ്ലൈ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തെടുക്കുകയത്. ഇത് നാട്ടിലുള്ളത് വാങ്ങല്ലേ, ഇത് നമ്മൾ ശരിക്കും വേണ്ട ആംബിയർ വോൾട്ടേജ് അനുസരിച്ച് വൈൻഡ് ചെയ്തെടുക്കുകയത്. അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് ചാനലിലൂടെയുള്ള ഔട്ട്പുട്ട് വരുന്നത്. അതേപോലെ തന്നെ JBL 1500 സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു 4 MOSFET ബോർഡ് എടുത്ത്, ട്രാൻസിസ്റ്റർ അല്ല MOSFET ബോർഡാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 2710 ആംബിയർ ബോർഡും വെച്ച് ട്രാൻസ്ഫോമറും വെച്ചിട്ട് ചെയ്തുകൊണ്ട് അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തരുന്നത്. പിന്നെ വീട്ടിൽ ഉപയോഗിക്കാനുള്ളതാണ്, ഔട്ട്ഡോർ അല്ലാത്തതുകൊണ്ട് തന്നെ അത് അതിൻ്റെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സായിട്ട് വളരെ വെറൈറ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല. നോർമലി ഒരു ആംപ്ലിഫയർ ആണ്. ഒരു എക്സ്റ്റേണൽ സ്വിച്ച് ഉണ്ട്, അതായത് ഒരു ബേസ് ട്രബിൾ കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് നമ്മുടെ കണ്ണൂരുള്ള ഒരു നമ്മുടെ സബ്സ്ക്രൈബർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വളരെ കാലം മുമ്പ് തന്ന ഓർഡർ. അത് ശരിക്കും പറഞ്ഞാൽ മാസങ്ങളോളമായി. ഇതിൻ്റെ പാനൽ അലൂമിനിയം, ഇത് മൊത്തം പാനലും ക്യാബിനറ്റും അലൂമിനിയം മറ്റ് സ്റ്റീലിലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെർച്ച് ചെയ്ത് നടന്നിട്ട് നല്ല ഒരു സൂട്ടബിളായ ഒരാളെ ഒരു ഏരിയ കണ്ടെത്താത്തതുകൊണ്ട് അത് ഇതിൽ തന്നെ ലാസ്റ്റ് ഏക്കറിലേക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഈ ലെറ്റേഴ്സ് അത് നമുക്ക് മെറ്റലിൽ ചെയ്തിട്ട് അവിടെ പതിപ്പിക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതും ഫെയിലായി. കാരണം അത് ഞാൻ പ്രതീക്ഷിച്ച പോലെ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ബേണായി പോകുന്നുണ്ട്. അങ്ങനെ മെറ്റലിൽ അത്ര പെർഫെക്റ്റ് ആയി ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അപ്പോൾ ബേൺ ആവാതെ കിട്ടാനുള്ള എവിടെയും കണ്ടെത്തണം, അതിനുള്ള സമയവും. പിന്നെ ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലോ, പരീക്ഷണം. മറ്റൊരു കസ്റ്റമറുടെ സാധനം വെച്ച് ചെയ്യാനില്ലല്ലോ. അപ്പോൾ അത് ഇനി അടുത്ത നമ്മളെ ഓൺ പ്രോഡക്റ്റിലേക്ക് അതൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും അത് അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് ഞാൻ ചെറുതായിട്ട് ഒന്നുകൂടി പറയാം. USB ബ്ലൂടൂത്ത്, നമ്മുടെ G-Starൻ്റെ USB ബ്ലൂടൂത്ത് നോൺ അനൗൺസ്മെൻറ്റ് ഇല്ലാത്തത് അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ G-Techൻ്റെ റിമോട്ട് ഗേറ്റും HDMI ഇൻപുട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷനിൽ ഒരു സ്വിച്ചും. അങ്ങനെ അല്ലാതെ മറ്റു യാതൊരുവിധ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇല്ല. ഉള്ളത് നല്ല കുറുക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഇവിടെ നല്ലൊരു തൃപ്തി തോന്നി. അതുകൊണ്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അല്ലാതെ ഞാൻ അധികം സാധനങ്ങൾ വീഡിയോയിൽ അവതരിപ്പിക്കില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കാണാനുള്ള ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഈ ടവർ സ്പീക്കേഴ്സ് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. പലപ്പോഴായിട്ട് ഞാൻ പല ആവശ്യത്തിന് വേണ്ടി കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ JBL 1500 ഇതിൻ്റെ കൂടെ 2.1 വേണ്ടി ചെയ്തതാണ്. പിന്നെ ഈ ടവർ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഓരോ സ്പീക്കേഴ്സ് സോണി ഡിവൈസിൽ വന്ന ഒറിജിനൽ സോണി ഓഡിയോ പ്ലെയറിൽ വന്ന സ്പീക്കേഴ്സാണ്.
സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഊഫർ. ഓരോ ഊഫർ വെച്ചിട്ട് 30 വാട്ട്സ് RMS ടൈപ്പ് ഉള്ളതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ മാച്ചിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് പണ്ട് ഈ സ്പീക്കേഴ്സ് ഓംസ് മാച്ചിങ്, അതുപോലെ ഇംപഡൻസ് മാച്ചിങ്, അങ്ങനത്തെ വാട്ട്സ് മാച്ചിങ്, അതിനൊക്കെ പറ്റിയുള്ള വീഡിയോസ് ഈ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ മാസത്തെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള നിങ്ങൾക്ക് കണ്ടറിയാം ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലേക്കുള്ള ക്രോസ് ഓവേഴ്സ് ചെയ്തുള്ള നമ്മൾ ഇതിനു മുമ്പ് ട്വീറ്ററിന് വേണ്ടിയിട്ട് ക്രോസ് ഓവർ ചെയ്തുള്ള അതേ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ ഇൻഡക്റ്റൻസും ക്രോസ് ഓവറിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മാക്സിമം ഡിഫറൻസ്, അതായത് സെപ്പറേഷൻ ഓരോ സ്പീക്കേഴ്സിൽ നിന്നും, അതായത് ഓരോ സെക്ഷനിൽ നിന്നും വരണം. ഇതിപ്പോൾ മെയിൻ ഡ്രൈവേഴ്സിൽ നിന്ന് ട്വീറ്റർ സെപ്പറേറ്റ് ആയി നിൽക്കണം. അതങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അതിന് എനിക്ക് അവിടെ മാക്സിമം തൃപ്തിയുണ്ട്. അതുപോലെ ബാക്കി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കും മാക്സിമം തൃപ്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് 2 ചാനൽ ചെയ്തിട്ടുള്ളത് സോണിയുടെ ഒരൊറ്റ ഒന്നിൽ വന്നിരുന്നത് ഇങ്ങനെയുള്ള 2 വൂഫേഴ്സും ഒരു ട്വീറ്ററും വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നുള്ളത് മൊത്തത്തിലെടുത്തിട്ട് നമ്മൾ രണ്ടെണ്ണം കൂടെ 2 ബോക്സും കൂടി ഒരു ബോക്സാക്കി ചെയ്തതാണ്. ഒരു ട്യൂട്ടർ മതിയായിരുന്നു, പക്ഷേ 2 ട്യൂട്ടറിനുള്ള ഒരു സൗകര്യം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ 2 ട്യൂട്ടർ ഉപയോഗിച്ചു. പിന്നെ ഇതിനകത്ത് വെൻറ്റ് കിടക്കുന്നത് ഇതിൻ്റെ ബാക്കിലാണ് ശരിക്കും യഥാർത്ഥ വെൻറ്റ്. മറ്റേത് ഒരു ഡമ്മി വെൻറ്റാണ്. അപ്പോൾ ഹൈറ്റിനും ഫ്ലോർ സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചപ്പോൾ അതങ്ങനെ ആ ഒരു ഹൈറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഏരിയ ഒരു പ്ലെയിനായി കിടക്കേണ്ട അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വെൻറ്റ് പോർട്ട് ഡിസൈൻ വെറുതെ ഇട്ടു എന്നുള്ളൂ. യഥാർത്ഥ പോർട്ട് ട്യൂൺ ചെയ്ത പോർട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഷേപ്പ്, ഇതിൻ്റെ ഡയമെൻഷൻ, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതും ഒറിജിനൽ സോണിയുടെ തന്നെ ഡയമെൻഷനാണ്, അവരുടെ തന്നെ ഡിസൈനാണ്. ഇൻറ്റേർണൽ വോളിയം ഈ 2 ബോക്സ് സോണിയുടെ വെച്ചാൽ എങ്ങനെ ഇരിക്കും, സെയിം ഇൻറ്റേർണൽ വോളിയത്തിൽ തന്നെയാണ് എടുത്തുള്ളത്. പിന്നെ സബ്വൂഫർ JBL 1500 പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എല്ലാവിധ ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ കാര്യങ്ങളൊക്കെ എല്ലാവിധ ചാനലുകളിലും ഉണ്ട്. നമ്മൾ തന്നെ അന്ന് വാങ്ങിയപ്പോൾ 1 ഇയർ വാറണ്ടി ഉള്ള JBL എന്നുകൊണ്ട് നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്താൽ ഈ വീഡിയോസിൻ്റെ നമ്മുടെ ചാനലിലെ വീഡിയോസിലുണ്ട്. അപ്പോൾ ആ JBL ഇതിലേക്ക് ട്യൂൺഡ് എൽപോർട്ടഡ് സബ്വൂഫറാണിത്. ഉള്ളിൽ ഡാമ്പിങ് മെറ്റീരിയലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമ്മൾ മേക്കിംഗ് വീഡിയോസ് ഒരുപാട് കാലം എടുത്ത് പറഞ്ഞല്ലോ. അപ്പോൾ കുറേ മാസങ്ങളോളം എടുത്തിട്ടാണ് ഓരോ വർക്ക് തീർത്തത്. അപ്പോൾ വളരെ തിരക്കുള്ളൊരു സമയമായിരുന്നു. അതുകൊണ്ട് ഷൂട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പണി തീർത്തു ക്ലോസ് ചെയ്യാണ്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഇത് പോകും. അപ്പോൾ അതിനുള്ളിലാണ് ഇത് ഇതിൻ്റെ വീഡിയോ ചെയ്യാന്ന് വെച്ചത്. ഇനി ഇതിൻ്റെ മ്യൂസിക്, ഇതിൻ്റെ പെർഫോമൻസ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം 2 തരത്തിൽ നോക്കാം. ഒന്ന് ഇതിൻ്റെ മ്യൂസിക്, നമ്മൾ മലയാളം പാട്ട് വെച്ച് കഴിഞ്ഞാൽ ചാനൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 തരത്തിലാണ് ഞാൻ മ്യൂസിക് ചെക്ക് ചെയ്യുക, ഒരു മ്യൂസിക് സിസ്റ്റം ചെക്ക് ചെയ്യാൻ താല്പര്യം എനിക്ക്. ഒന്ന് നല്ല സ്മൂത്ത് മ്യൂസിക് ഇട്ട് പ്ലേ ആക്കുക, കീബോർഡ്, ഗിറ്റാർ, വയലിൻ അങ്ങനെയുള്ള ഏതെങ്കിലും ഇട്ടിട്ട് പ്ലേ ആക്കുക. അപ്പോൾ അതിനകത്ത് മാക്സിമം ഡീറ്റെയിൽ ആവുന്നുണ്ടോ നോക്കുക. അതിൻ്റെ ശേഷം ബേസ് ലെവൽ ചെക്ക് ചെയ്യുക. അപ്പോൾ മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് ആദ്യം വെറും ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നിങ്ങളിതിൻ്റെ പെർഫോമൻസ് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതേപോലെ തന്നെ ബേസ് ഇട്ട് കഴിഞ്ഞാലും ആ ബേസിൻ്റെ JBLൻ്റെ ബേസാണ്, സംശയമില്ല, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതിൻ്റെ ആണ് നമുക്കറിയേണ്ടത് മ്യൂസിക് ലെവൽ. ഇതിൽ തന്നെ അതിന് സബിന് മാച്ചിങ് ആയ ബേസ് ലെവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്ലെൻഡിങ്ങിന് വേണ്ടി സബ് ഇട്ട് കൊടുത്താൽ മതി, സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം മ്യൂസിക് പ്ലേ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെ സൗണ്ട് എങ്ങനെയാണ്.
ഈ മൈക്കിലൂടെ കേട്ട ഒരു എഫക്റ്റാണ് നിങ്ങളിപ്പോൾ കേട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥ എഫക്റ്റ് കേൾക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് നേരിട്ട് തന്നെ കേൾക്കണം. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം ഈ ഇപ്പോൾ കേട്ടത് വെച്ചിട്ടുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നമുക്കൊരു ബേസ് മ്യൂസിക്കും കൂടി ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ബീറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് അത് ആഡ് ചെയ്യാം. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾക്ക് ഇനി നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക. അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറയുക, ശരിയുണ്ടെങ്കിൽ ശരി പറയുക. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയിരുന്നെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. അങ്ങനെ എന്തും അറിയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അത് അറിയിക്കുമ്പോൾ അത് എനിക്ക് കൂടുതൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയാം. അത് അറിയുമ്പോൾ എനിക്ക് കൂടുതൽ ആശയങ്ങൾ, അതായത് ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, അപ്പോൾ അതിനനുസരിച്ചിട്ട് അത് പ്ലാൻ ചെയ്യാൻ എനിക്ക് കൂടുതൽ സൗകര്യമായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലും ഡിസൈൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മോഡലിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അല്ലെങ്കിൽ എൻ്റെ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ ആദ്യമായിട്ട് കുറേ കാലത്തിന് ശേഷം ഇന്നത്തെ ഈ വീഡിയോയുടെ അടിയിലുണ്ടാവും. അതിലൂടെ ചാറ്റ് മാത്രം ചെയ്യുക, ആരും വിളിക്കാതിരിക്കുക. കാരണം വിളിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ കോൾ വരുന്നു എന്നുള്ളത് ഞാനൊരു ദിവസം കോൾ റെക്കോർഡ്, അതായത് സ്ക്രീൻ റെക്കോർഡ് മറ്റോ ചെയ്തിട്ട് കാണിച്ചു തരാം. അത്രയ്ക്കും ടൈറ്റിൽ കോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് കോൾ ചെയ്യരുത് പറയുന്നത്. ചാറ്റ് ചെയ്യുന്നപ്പോൾ ഈ അടുത്ത് ചാറ്റ് ചെയ്ത ഒരൊറ്റ ചാറ്റ് പോലും ഞാൻ മിസ്സാക്കിയില്ല. എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങളത് അറിയിക്കുക. ഈ ടവർ ഡിസൈൻ എന്നോട് ആവശ്യപ്പെട്ടത് ഈ കസ്റ്റമർ തന്നെയാണ്. ആ കണ്ണൂരിലുള്ള ആളാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള സാധനം വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫ്ലോർ സ്റ്റാൻഡേഴ്സ് ഒരു ടവർ ടൈപ്പ് ആയിട്ട് ചെയ്യണം. ഇങ്ങനെയാണ് മോഡൽ, ഇങ്ങനത്തെ ഒരു സംഭവം വേറൊരു ടവർ ടൈപ്പിൻ്റെ മോഡൽ അയച്ചു തന്നു. ഇതേപോലെ 3 വൂഫറും ട്യൂട്ടറൊക്കെ ഉള്ള ടൈപ്പ് അയച്ചു തന്നിട്ട് അതിൽ ആ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ആണ് നമ്മളിതിനെ ഏറ്റെടുത്തത്. അതുപോലെ ഈ ഒരു ഡിസൈൻ മാത്രമാണ് പാളിപ്പോയത്. അതായത് അലൂമിനിയം മെറ്റലിൽ ചെയ്യാൻ തന്നെ താല്പര്യം, അത് നടന്നില്ല. ഈ വീഡിയോയിൽ ഞാനിത് ഈ റൂം സെറ്റാക്കിയിട്ടാണ്. ഈ റൂം ഭയങ്കര അസ്വസ്ഥമായി കിടക്കുമായിരുന്നു. അപ്പോൾ ഈ റൂം സെറ്റാക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഒരു വ്ളോഗ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് ചാനലായിട്ട് ഒരു വ്ളോഗ് ആഷ്ലിൻ ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴ്ത്തുണ്ട്. അപ്പോൾ അത് ഈ റൂമിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഞാൻ എന്തുകൊണ്ട് റിപ്ലൈകൾ കുറച്ച് കാലം, അതായത് ഞാൻ വർക്ക് വൈകുന്നതിൻ്റെ കാരണം എന്താണ്, എല്ലാത്തിനും കാരണം ഈ ഒരു റഷായിരുന്നു. അപ്പോൾ ആ റഷ് മൊത്തം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലിൽ പോവുക, അത് കണ്ടു നോക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ഞാനിത് റൂം ക്ലീൻ ചെയ്യുന്നതും കാര്യങ്ങളും അതിനെപ്പറ്റി പറയുന്നതും ഒരു കസ്റ്റമർ വരുന്നതും അങ്ങനത്തെയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിലും അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. പോകുന്നതിന് മുമ്പ് ബേസ് ലെവൽ ചെക്ക് ചെയ്തിട്ട് പോവാം.